എല്ലാവരും ഉറങ്ങിയപ്പോഴും ഉറങ്ങാത്ത ചില മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ മരിച്ചുപോയി. 56-ാമത്തെ വയസ്സിൽ CH മരിച്ചുപോയി. 56 വയസ്സാ മരിക്കുമ്പോൾ. ചെറുപ്പല്ലേ അത്? അവസാന സമയത്ത് നടക്കാൻ വയ്യ. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് അല്ലേ? ഓർമ്മണ്ടല്ലോ. അവസാന സമയത്ത് 56 വയസ്സ് നടക്കാൻ വയ്യ. CH ആസ്റ്റൊക്കെ കൊണ്ടുവരുമ്പോൾ മലപ്പുറത്തൊക്കെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. നടക്കാൻ വയ്യാന്ന് CH വയസ്സ് 56. ഇത്ര ചെറുപ്പ മനുഷ്യനെ 56 വയസ്സ് ചെറുപ്പല്ലേ? എങ്ങനെ അങ്ങനെയൊക്കെ ആയത്? രാവും പകലും. അതായത് ഡ്രൈവർ കൊണ്ടുപോയിട്ട് പരിപാടി കഴിഞ്ഞാൽ ഡ്രൈവർ കൊണ്ടുപോയിട്ട് വീട്ടിൽ വിടും. ഡ്രൈവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ CH മെല്ലെ പൊരന്ന് ഇറങ്ങിപ്പോയി ചന്ദ്രിക ഓഫീസിക്ക്. രാത്രി 2 മണിക്ക് ഇരുന്നിട്ട് ചന്ദ്രികയിൽ പിറ്റേന്നുള്ള എഡിറ്റോറിയൽ എഴുതും. നേരെ മൊത്തം വേറെ പയണ്ടുണ്ടാവും. എഡിറ്റർമാർ വരുമ്പോഴത്തേനും ഡെസ്ക് ക്ലീൻ ആയിട്ടുണ്ടാവും. അന്നത്തെ വാർത്ത കിട്ടിയാൽ മതി. എല്ലാ തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ CH എഴുതിണ്ടാവും. ഉപരോർക്കല്ല. അതുകൊണ്ട് 56-ാമത്തെ വയസ്സിലാണ് വെച്ച്. അള്ളാന്റെ ഖദർ അങ്ങനെയാണ്. അങ്ങനത്തെ മനുഷ്യന്മാരാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് ബോധം വേണം നമുക്കൊക്കെ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു മുസ്ലിയാരായ നിങ്ങൾക്ക് ഇതിൽ എന്താ റോള്? സമുദായ സ്നേഹമുള്ളവർക്കൊക്കെ ഇതിൽ റോളുണ്ട്. അത് മെമ്പറാകാനും പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി MLA ആകാൻ വേണ്ടിയല്ല. സമുദായ സ്നേഹമുള്ളവർക്കൊക്കെ ലീഗിലൊരു റോളുണ്ട്. ആ റോൾ അവനെ നിർവഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ലീഗിന്റെ കൂടെ നിൽക്കണം. ലീഗിനെതിരായ ഒരു കാര്യത്തിന് ആരും അംഗീകരിക്കണ്ട. ഒരു കാര്യവും അംഗീകരിക്കണ്ട. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കേരളം കണ്ട ഏറ്റവും വലിയ സൂഫിയാണ്, ആരിഫാണ്, വലിയാണ്. CMന്റെ പോലും ഷെയ്ഖാണ് ചാപ്പനങ്ങാടി. ഏതെങ്കിലും ഒരു വഴിക്ക് യാത്ര പോവുകയാണെങ്കിൽ പച്ചക്കൊടി കിട്ടി കണ്ടാൽ മതി. യാത്ര അവിടെ നിർത്തിയിട്ട് അവിടെ കയറി ഇന്ന് ആ യോഗം കഴിഞ്ഞിട്ട് ചാപ്പനങ്ങാടി പോകുള്ളൂ. കോഴിക്കോട് കടപ്പുറത്ത് എത്ര ലീഗ് സമ്മേളനം നടന്നിട്ടുണ്ടെങ്കിലും ചാപ്പനങ്ങാടിയുള്ള കൊല്ലങ്ങളിലെല്ലാം ജീവിച്ചിരുന്ന കാലത്തെല്ലാം ആ സമ്മേളനത്തിന് ദുആ ചെയ്യുക. ചാപ്പനങ്ങാടി ബാപ്പുലിയെ പോലത്തെ ഒരാൾ CMന്റെ ഷെയ്ഖാണ് ചാപ്പനങ്ങാടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇവരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ലീഗ്. കേരളം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാവ് ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഫതഹുർ റഹ്മാൻ എഴുതിയ വലിയ മഹാനല്ലേ അദ്ദേഹം. കോഴിക്കോട്ട് പ്രസംഗിച്ച എനിക്കോർമ്മയുണ്ട്. ഞാൻ മുസ്ലിം ലീഗുകാരനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്കോർമ്മയുണ്ട്. മരണം വരെ ലീഗ് സമസ്തന്റെ സെക്രട്ടറിയാണ്. സമസ്തയുടെ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി ഷംസുലമ, ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട KV ആണ് ഫതഹുർ റഹ്മാൻ എന്ന ഖുർആൻ പരിഭാഷ എഴുതിയത്. ഭയങ്കര വ്യാഖ്യാന ഗ്രന്ഥമാണത്. വലിയ പണ്ഡിതൻ. അദ്ദേഹം കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിച്ച എനിക്കോർമ്മയുണ്ട്. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനാണ്. അന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായ സമയം 1988 കാലങ്ങൾക്ക് അറിയാലോ. അന്ന് KV ഉസ്താദ് പ്രസംഗിച്ചു, ഞാൻ ലീഗുകാരനാണ്, ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ചിന്തിക്കും. ലീഗിന്റെ യോഗത്തിന് ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയാർ ദ്വാരക്കുന്ന ഫോട്ടോ ചന്ദ്രികയിൽ കണ്ടപ്പോൾ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർക്ക് പത്രം വായിച്ചപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത്ര. എത്ര വലിയൊരു വലിയായി പറയപ്പെടുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഈ രാഷ്ട്രീയ യോഗത്തിന് പോകുന്നത്? ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ലീഗിന്റെ യോഗം കഴിഞ്ഞ് പിറ്റേന്ന് ചന്ദ്രിക വന്നപ്പോൾ ചന്ദ്രികന്റെ ഫ്രണ്ട് പേജിൽ ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയാർ ദ്വാരക്കണ ഫോട്ടോ ഉണ്ട്. അപ്പം ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കോയക്കുട്ടിയിലെ അന്ന് ചെറുപ്പാണ്. അപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ വായിച്ചപ്പോൾ തോന്നിയത്ര ഇത്ര വലിയ ഔലിയപ്പാപ്പയായ ഇത്ര വലിയായ ഈ ഒരു മനുഷ്യൻ എന്തിനാ രാഷ്ട്രീയ യോഗത്തിന് ദ്വാരക്കാൻ വേണ്ടി പോണത്? അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഏതോ ഒരു സദസ്സിൽ വെച്ച് ചാപ്പനങ്ങാടിയെ കണ്ടു. ചാപ്പനങ്ങാടി ഭയങ്കര കൃഷ്ണമുള്ള ആളാണ്. അപ്പൊ ചാപ്പനങ്ങാടിയെ കണ്ട ഉടനെ ചാപ്പനങ്ങാടി മോലിയരെ ലീഗ് രാഷ്ട്രീയ പാർട്ടി അല്ലട്ടാ, അത് അള്ളാന്റെ പാർട്ടിയാണ്. ഇപ്പൊ ചോദിച്ച ആനക്കുട്ടി കോയക്കുട്ടിയെ പ്രസിഡന്റായിട്ട് ഇപ്പൊ ഇക്കഴിഞ്ഞ കൊല്ലം കൂടി ഒരു യോഗത്തിലോ പറഞ്ഞിട്ടുണ്ട്. ചാപ്പനങ്ങാടി ഒന്നും പറഞ്ഞിട്ടില്ല. ഭയങ്കര കശ്ഫുള്ള ആളാണ്. കശ്ഫ് കറാമത്ത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പറയും. ഭയങ്കര കശ്ഫ് കറാമത്തുള്ള മഹാനാണ് ആര്? ബാപ്പുലിയർ പിറ്റേത്തെ ആഴ്ച ഒരു യോഗത്തിൽ വെച്ച് കണ്ടപ്പോ കോയക്കുട്ടികളിൽ ഇങ്ങനെ വരുമ്പോ ബാപ്പുലിയര് ചാപ്പനങ്ങാടി ബാപ്പുലിയര് മോലിയരെ ലീഗ് രാഷ്ട്രീയ പാർട്ടി അല്ലട്ടാ, അത് അള്ളാന്റെ പാർട്ടിയാണ്. എങ്ങനെയുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഈ കോണി സ്വർഗത്തിലുള്ള കോണിയാണെന്ന് ഞാൻ പറഞ്ഞത്. അതന്നെ ഇന്നത് പറയാൻ പഠിപ്പിച്ച ചാപ്പനങ്ങാടിയാണ്. അത് എന്നെ പറയാൻ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബാപ്പക്കട്ടങ്ങളാണ്. പൂക്കട്ടങ്ങൾ ബാപ്പയാണ്. പൂക്കോയ അള്ളാന്റെ വലിയാണ്. അല്ലാന്ന് വിചാരിച്ചാൽ പോലും ഈമ നഷ്ടപ്പെടും. പൂക്കോയ അള്ളാന്റെ വലിയായിരുന്നു. ഇതിൻ്റെ അടുക്കൽ 100 കണക്കിന് തെളിവുണ്ട്.
പൂക്കോയപ്പാപ്പ അള്ളാന്റെ വലിയാണ്. പൂക്കോയ അള്ളാന്റെ വലിയായിരുന്നു. ചിന്തിക്കണം. ഈ ചപ്പറപ്പനങ്ങാടി വാപ്പൂലേക്ക് വരെ ഇരിക്കാൻ പേടിയിരുന്നു പൂക്കോയപ്പാപ്പാന്റെ മുന്നിൽ. അത്രയും വലിയ മഹാനാണ്. മരണം വരെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്, ഈ സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ. ഈ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിം വരെ ഇരിക്കൂല ആരുടെ മുന്നിൽ? തങ്ങളാപ്പാന്റെ മുന്നിൽ. ആ തങ്ങൾ വാപ്പ മരണം വരെ ഇതിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഇത് വെറുതെ ദുനിയാവിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഇത് ആഹ്റത്തിന് വേണ്ടി ഉണ്ടാക്കി. ഇതിന്ന് എതിർക്കുന്നവർക്ക് പരാജയപ്പെടും. ഈ സംഘടനയെ ഭിന്നിപ്പിക്കുന്നവർക്ക് പരാജയം ഉണ്ടാവും. ഇതിന്ന് പുറത്ത് പോയിട്ട് സമുദായത്തെ ഭിന്നിപ്പിച്ചവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും അതിന്റെ പരാജയം ഉണ്ടാവും. കാരണം ഇതിന്റെ ലക്ഷ്യം അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരിമാർ ഇതിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും മക്കൾക്ക്